സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണിക്കുകയാണ് തത്സമയം. ITU അങ്ങനെയുള്ള എല്ലാ യൂണിയനെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് മിനിസ്റ്ററും ലേബർ മിനിസ്റ്ററും അതിനകത്ത് പ്രസന്റ് ആയിരുന്നു. അതേപോലെ കുറച്ച് ഹോസ്പിറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സും നമ്മുടെ ഹോസ്പിറ്റലിലെ HR മാനേജേഴ്സും അവരുടെ 6-7 മണിക്കൂറുള്ള ചൂടായിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞിട്ടും ഒരു 56% വരെ പേ ഹൈക്ക് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം വന്നു. ആ തീരുമാനം വന്നിട്ടും യൂണിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാതെ, എസ്പെഷ്യലി 2 യൂണിയൻ UNA ആൻഡ് INA അത് അക്സെപ്റ്റ് ചെയ്യാതെ നേരെ പിറ്റെന്നുള്ള 11-ാം തീയതിക്ക് തീരുമാനിച്ചിരുന്ന ഒരു ടോക്കൺ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ ടോക്കൺ സ്ട്രൈക്ക് തന്നെ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന ഹോസ്പിറ്റൽ ഈ ടോക്കൺ സ്ട്രൈക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഷേക്കണായിപ്പോയി. കാര്യം വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നഴ്സസേ പോകുള്ളൂ എന്നെല്ലാം വിചാരിച്ചു. പക്ഷേ മെജോറിറ്റി ഓഫ് ദ നഴ്സസ് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻസിനെല്ലാം വലിയ കുഴപ്പമാണ്. പക്ഷേ പല നഴ്സിംഗ് അസിസ്റ്റൻറ്റും ഡോക്ടർമാരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ബാക്കിയുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് ഉള്ള നഴ്സിംഗ് കോളേജുള്ളടുത്ത് അവരുടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം കൂടെ ഒരു വിധത്തിൽ, പിന്നെ കുറച്ച് നഴ്സസ് വന്നു, ശരിയാണ്, പിന്നെ നൈറ്റ് ഡ്യൂട്ടിയിൽ തിരിച്ചു വന്നു. അതെല്ലാം കാരണം ഞങ്ങൾ മാനേജ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതോറിറ്റീസിൻ്റെ അടുത്തും IRC അടുത്തും എല്ലാം പറഞ്ഞു, ഈ ഹൈക്ക്, ഈ 56% എന്നുള്ള ഹൈക്ക് വളരെ വളരെ സ്റ്റീപ്പാണ്. ഈ ഹോസ്പിറ്റൽസിന് ഒന്നും അത് ബെയർ ചെയ്യാൻ പറ്റില്ല. മിഡിൽ സൈസ് ഹോസ്പിറ്റൽസിന് പ്രത്യേകിച്ചിട്ടും അത് സഹിക്കാൻ പറ്റില്ല, ബേർഡനാണ്. അതുകൊണ്ട് എന്നാലും ഞങ്ങൾ സമ്മതിക്കാം, പക്ഷെ ഇനി കൂടുതൽ സ്ട്രൈക്ക് ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അതനുസരിച്ചിട്ട് ആക്ച്വലി ഞങ്ങൾ ഒരു പ്രസന്റെല്ലാം കൊടുത്തു. ഈ നഴ്സിംഗ് യൂണിയൻസ് സ്ട്രൈക്കിന് പോകരുതെന്നുള്ള ഒരു പ്രസന്റെല്ലാമായിട്ട് അതെന്നാ കൊടുത്തതെന്നറിയില്ല. പ്രസ് റിലീസ് 12-ാം തീയതിയോ 13-ാം തീയതിയോ കൊടുത്തു. അതെല്ലാം നിങ്ങൾ പല പ്രസ്സുകളും പബ്ലിഷ് ചെയ്തു. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഓരോ ഹോസ്പിറ്റലിലും അവിടുത്തെ ഓണേഴ്സും മാനേജേഴ്സും അവരുടെ നഴ്സിംഗ് യൂണിയനുമായിട്ടും അവരുടെ ഉള്ള ആളുകളുമായിട്ടും എല്ലാം ഡിസ്കസ് ചെയ്തു. ഈ പബ്ലിക്കിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഡെങ്കിയും മരണവും ICCയും എല്ലാം ഫുള്ളായിരിക്കുന്ന ഈ സമയത്ത് ഒരിക്കലും അത് ചെയ്യരുത് എന്നുള്ളൊരു ആഹ്വാനത്തോടുകൂടി പലപ്പോഴും മീറ്റ് ചെയ്തു. പക്ഷെ എന്നിട്ടും ഇന്നലെയും ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ വലിയ ഒരു 350 നഴ്സസുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. ഇതെല്ലാമായിട്ടും പിന്നെ അവർ 17-ാം തീയതി നഴ്സിംഗ് സ്ട്രൈക്കിന് പോകാനായിട്ട് തീരുമാനിച്ച ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാനും ഒരു തീരുമാനം എടുക്കാനും ഇടയായത്. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ, നഴ്സസിന്റെ ഈ കോസിൽ ഒരു പരിധി വരെ നമ്മൾ വളരെ സിമ്പത്തറ്റിക്കാണ്. അത് വളരെ ക്ലിയറാക്കി പറയണം. അപ്പോൾ ഒരു ലിമിറ്റ് വരെ ഈ 56% എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് അതിന്റെ കുറച്ച് താഴോട്ട് കൊണ്ടുവന്നാൽ കൊള്ളാവുന്നവരുമുണ്ട്. പക്ഷെ ഈ ഒരു സ്ട്രൈക്കിന് പോവുകയാണെങ്കിൽ അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതിനേക്കാളും ഹോസ്പിറ്റൽസിനും എല്ലാവർക്കും വരുന്ന ലോസ് തന്നെ വളരെ കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾ സിമ്പത്തറ്റിക്കാണ്. രണ്ടാമത്തത്, ഹെൽത്ത് കെയർ കോസ്റ്റ് ഇതിനേക്കാളും കൂടുകയോ അല്ല ഇത് തന്നെയോ വന്നാൽ തന്നെയും പബ്ലിക്കിന് ഭയങ്കരമായിട്ട് ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടും. മൂന്നാമത്തത്, ഇവർ സ്ട്രൈക്കിന് പോയാൽ ഇപ്പോൾ ഈ ഡെങ്കിയും എല്ലാം വരുന്ന കേസസ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള എമർജൻസിയും എല്ലാം കുറച്ച് എമർജൻസീസ് എല്ലാമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫംഗ്ഷനേ നടക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ പബ്ലിക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിന് അവയർനെസ് ആക്കാനും മീഡിയ അവയർനെസ് ആക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ഈ നഴ്സിംഗ് യൂണിയൻ്റെ അടുത്ത് വളരെ ഓപ്പണായിട്ട് ഇതൊരു എസെൻഷ്യൽ സർവീസാണ്, നമ്മൾ സ്ട്രൈക്കിന് പോകാൻ പാടില്ല, ഫർദർ ഡിസ്കഷൻസ് വഴി പരിഹരിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഒരു ബോധം ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രസ് കോൺഫറൻസ്. റൈറ്റ്.
അപ്പോൾ ഈ 17-ാം തീയതി സ്ട്രൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസസ് ചെയ്യാൻ പറ്റും. അതായത് നഴ്സിംഗ് ഇൻവോൾവ് ചെയ്യാത്ത എല്ലായിടത്തും നടത്താൻ പറ്റും. നഴ്സിംഗ് ഇൻവോൾവ് ചെയ്ത എടുത്ത് ഞങ്ങൾ ഒരു 10% മുതൽ 20% നഴ്സസ് മാത്രമേ ആശുപത്രിയിൽ 17-ാം തീയതി മുതൽ വരുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. ഞങ്ങൾക്കറിയില്ല ആരെല്ലാമാണ് മെമ്പേഴ്സ്, ആരെല്ലാമാണ് മെമ്പേഴ്സ് എന്ന് അറിയില്ലാത്തത് കൊണ്ട് എല്ലാവരും ഞങ്ങളുടെ നഴ്സിംഗ് മാനേജേഴ്സ് എല്ലാം പറയുന്നത് 70 to 80% പീപ്പിൾ ഇതിൽ മെമ്പേഴ്സാണ്. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസസേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എമർജൻസി റൂം സർവീസസ് നടത്തും. OP ലിമിറ്റഡ് ആയിട്ട് നടത്താൻ പറ്റും. ബാക്കിയുള്ള ICUവും എല്ലാം മിക്കതും പുതിയ പേഷ്യൻസിനെ എടുക്കാൻ പറ്റാതെ വരും. കാര്യം വെച്ചാൽ പുതിയ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അതിന് 1-to-1 നഴ്സിങ്ങും അല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള നഴ്സിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എടുത്ത് കുഴപ്പമുണ്ടാക്കുന്നത് വളരെ വളരെ ഒരു പ്രശ്നമായിട്ട് തന്നെ വരും. ആക്ച്വലി ഒരു പ്രത്യേക കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനകത്ത് പലപ്പോഴും അവർ വിളിക്കുകയും CMന്റെ ഒരുപാട് ഞങ്ങൾ പോയി മീറ്റ് ചെയ്തതിന് ശേഷം വളരെ നല്ല വിധത്തിൽ റെസ്പോണ്ട് ചെയ്തതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ലേബർ മിനിസ്റ്റർ ഓൾറെഡി ഇൻവോൾവ് ആയിരുന്നു, ഹെൽത്ത് മിനിസ്റ്റർ ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങൾ പോയി പറഞ്ഞത് വളരെ പേഷ്യൻറ്റോട് കേട്ടു. അവർക്ക് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു എസെൻഷ്യൽ സർവീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഇതുവരെയ്ക്കും ഞങ്ങൾ പറഞ്ഞിട്ട് അവർ മേ ബി അവർ നോക്കുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ ജനറലായിട്ട് ഞാൻ ഐ വിൽ കൺക്ലൂഡ്. ഐ എം ഷുവർ മാത്തണ്ണപ്പിള്ള ക്യാൻ ആഡ് മെനി തിങ്സ് ഓൺ ദാറ്റ്. ഈ സന്ദർഭത്തിൽ എപ്പിഡമിക് ക്രൈസിസും പിന്നെ വൈറൽ ഫീവറും ആൻഡ് അക്യൂട്ട് എമർജൻസീസും വെക്കേഷൻ ടൈം എല്ലാം വെളിയിൽ നിന്നുള്ള ഒരുപാട് പേഷ്യൻസ് വരുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് അവോയ്ഡ് ചെയ്യുകയാണ് പബ്ലിക്കിനും എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഇതിന് ഒരു പബ്ലിക്കും മനസ്സിലാക്കണം ദാറ്റ് ഒരു ഹോസ്പിറ്റലും ഒരിക്കലും ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇല്ല, എൻ്റെ പ്രശ്നമില്ല, പക്ഷേ പാർഷ്യലി മാത്രമേ ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിവരം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ പല വിധത്തിലും ഇപ്പോൾ തന്നെ എമർജൻസി റൂമെല്ലാം പലപ്പോഴും ആളുകൾക്ക് കയറാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പല ഹോസ്പിറ്റലിലും അടച്ചിടുകയാണ്. അപ്പോൾ ഇത് നഴ്സസും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കേസസേ എടുക്കാൻ പറ്റുള്ളൂ. ഹാർട്ടിന്റെ കാർഡിയാക് കത്തീഡ്രൽ കാത്ത് ലാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സാധാരണയുള്ള ഹാർട്ട് അറ്റാക്ക് കിടത്തി ICU കിടത്തി മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതുവരെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരും. ഡയാലിസിസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കഴിച്ചാൽ ഡയാലിസിസ് ഓൾസോ വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ എമർജൻസി സർവീസാണ്. അത് ടെക്നീഷ്യൻസ് കൊണ്ട് ചെയ്യാൻ പറ്റും. കാത്ത് ലാബിലും ടെക്നീഷ്യൻസ് ഉണ്ട്, പക്ഷേ നഴ്സിംഗ് ഹെൽപ്പ് വേണം. അതും വളരെ സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് ഹെൽപ്പ് വേണം. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി ഓപ്പറേഷൻസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. റെഗുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റില്ല. ലേബർ ആൻഡ് ഡെലിവറിയിൽ സ്ത്രീകളെ പ്രസവിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് പിന്നെ പ്രസവം വന്നാൽ എടുക്കുന്നതായിരിക്കും. അതിന് ഡോക്ടേഴ്സും അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. വന്ന് പിന്നെ ഡെലിവറി അവരവിടെ തന്നെ നിന്ന്. അപ്പോൾ പല വിധത്തിലുള്ള കണ്ടിൻജൻസി മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പബ്ലിക്കിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരം നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത്. ഏതായാലും ആശുപത്രി അടച്ചിടുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പോവാതെ പ്രവർത്തനം ഭാഗികമായി പരിമിതപ്പെടുത്തുക എന്ന തീരുമാനത്തിലാണ് മാനേജ്മെന്റ് എത്തി നിൽക്കുന്നത്.